ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ പോർഷൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ലിമിറ്റ് സെക്ഷനാണ്. ലിമിറ്റ് സെക്ഷനും ഡെറിവേറ്റീവ്സിലെയും ലിമിറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് പ്ലസ് വണ്ണിൽ. അപ്പോൾ ലിമിറ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെ ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പം ലിമിറ്റ് ഫങ്ഷൻ, ഇപ്പോൾ ഒരു ലിമിറ്റ് ഫങ്ഷൻ ലിമിറ്റ്സിൽ ലിമിറ്റ് ഫങ്ഷൻ LIMITO അല്ലെ ലിമിറ്റ് അല്ലെ LT ഇതിലേത് വാല്യൂ വേണമെങ്കിലും ലിമിറ്റായിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം ലിമിറ്റ് ഫങ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ ലിമിറ്റ് x ടെൻസ് ടു a f of x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഈ വാല്യൂ x ടെൻസ് ടു a എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു അതേപോലെ തന്നെയാണ് നമ്മൾ ടെൻസ് ടു എയിലും അപ്ലൈ ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ എയിലോട് അപ്രോച്ച് ചെയ്തിരിക്കുന്നു അല്ലെ എയോട് അടുത്തിരിക്കുന്നു എന്നാണ് വാല്യൂ. അപ്പം ഇവിടെ എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അത് എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കണം. അതാണ് എഫ് ഓഫ് എ. അപ്പം എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എ ആയിട്ട് കിട്ടും. ഇവിടെ ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലിമിറ്റിൻ്റെ വാല്യൂ വേണ്ട, ആൻസർ ഏതാണോ ആ വാല്യൂ കൊടുത്താൽ മതി. ലിമിറ്റ്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കണമെങ്കിൽ മെയിനായിട്ട് കുറച്ച് ഇക്വേഷൻസ് ബേസിക്കായിട്ട് അറിയണം. ലിമിറ്റ് ഫങ്ഷനകത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കോൺസ്റ്റൻറ്റ്, ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ്, ആൻസർ കോൺസ്റ്റൻറ്റ് തന്നെ. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ കോൺസ്റ്റൻറ്റ്. ലിമിറ്റിനകത്ത് ഒരു കോൺസ്റ്റൻറ്റും ഫങ്ഷനും വന്നാൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റും ഫങ്ഷനും വന്നാൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റ് ഓഫ് എ ഫങ്ഷനാണ്. അപ്പം കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ. അപ്പം കെ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എ ആണ്. ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് തനിയെ വന്നാൽ അവിടുത്തെ ലിമിറ്റിൻ്റെ വാല്യൂ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 4 എന്ന് പറയുമ്പോൾ 4 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ ആൻസർ 4. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 4 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 കോൺസ്റ്റൻറ്റും എക്സ് സ്ക്വയർ ഫങ്ഷനുമാണ്. എക്സ് വൈ ഇസഡ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നതാണ് ഫങ്ഷൻ. അപ്പോൾ 4 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം 3 അപ്ലൈ ചെയ്യുമ്പം 3 സ്ക്വയർ 9 ഇൻറ്റു 4. അങ്ങനെയാണ് വാല്യൂ 36 ആകുന്നത്. അപ്പം ലിമിറ്റിനകത്ത് കോൺസ്റ്റൻറ്റും ഫങ്ഷനൂടെ വരുമ്പം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ. അതേപോലെ അടുത്ത റൂള് ലിമിറ്റിനകത്ത് രണ്ട് ഫങ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് രണ്ട് ഫങ്ഷൻ പ്ലസ്സിലോ മൈനസിലോ വന്നാൽ പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ലിമിറ്റ് ഫസ്റ്റ് അല്ലെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് ജി ഓഫ് എക്സ്. പ്ലസ്സിന് പകരം മൈനസ് ആണ്, മൈനസ് അപ്ലൈ ചെയ്യണം. ഇൻറ്റു ആണെങ്കിൽ ഇൻറ്റു, ഡിവിഷൻ ആണ് രണ്ടിന് സെപ്പറേറ്റ് ഡിവിഷൻ ചെയ്യുക. അപ്പം ഈ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ആണ് പ്ലസ് കൊടുക്കണം, മൈനസ് ആണ് മൈനസ് ഇടണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് പ്ലസ്സിലോ മൈനസിലോ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പം ഫസ്റ്റ് ഫങ്ഷൻ എക്സിന് എ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ
എഫ് ഓഫ് എ പ്ലസ് ആണ് പ്ലസ്, മൈനസ് ആണ് മൈനസ് കൊടുക്കണം, ജി ഓഫ് എ. അപ്പം എഫ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എ. ഇൻറ്റു ആണേലും ഡിവിഷൻ ആണേലും ഇതേ റൂള് തന്നെ അപ്ലൈ ചെയ്യുക ലിമിറ്റിനകത്ത്. അപ്പം ലിമിറ്റിൽ അടുത്ത റൂള്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുമ്പം രണ്ടായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റിൽ അപ്ലൈ ചെയ്തപ്പോൾ ആ വാല്യൂ ഫസ്റ്റിൽ അപ്ലൈ ചെയ്തപ്പം ഈ വാല്യൂ എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എ എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എ. എക്സിന് എ അപ്ലൈ ചെയ്യുമ്പം എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് വാല്യൂ എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എ. അതേപോലെ തന്നെ അടുത്ത കേസിൽ ഡിവിഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. സെപ്പറേറ്റ് ലിമിറ്റ് രണ്ടിനും അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആ വാല്യൂ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഓഫ് എ എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഓഫ് എ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ലിമിറ്റ്സിൻ്റെ റൂൾസാണ്. ഈ റൂൾസ് എല്ലാം പഠിച്ചിട്ട് വേണം അതിൻ്റെ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യാൻ. ബേസിക് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള 4 ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, ഇത്രയും ലിമിറ്റിൻ്റെ റൂളിൽ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. കൂടാതെ ഈ കേസിൽ ലിമിറ്റ് വാല്യൂ ചെയ്യുമ്പം കുറച്ച് ഫണ്ടമെൻ്റൽ റൂൾസ് കൂടെ ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സിന് എ അപ്ലൈ ചെയ്തപ്പം എ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ 0 ഡിവൈഡഡ് ബൈ എ മൈനസ് എ 0. അപ്പം 0/0 0/0 വന്നാലും ഒരു വാല്യൂ ബൈ 0 വന്നാലും നോട്ട് ഡിഫൈൻഡ് ആണ് വാല്യൂ. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത് ഇൻഫിനിറ്റി ആയി മാറും. അങ്ങനെയുള്ള കേസിൽ ഈ പവർ സെയിം ആവുകയും പവർ ഇല്ലാതെ അതേപോലെ തന്നെ താഴെ ആ ഗ്രൂപ്പ് വന്നാൽ ആൻസർ n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. 0/0 ഫോം ആകുമ്പം എക്സിന് ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ബേസിക് റിസൾട്ടാണ്. പിന്നെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു റിസൾട്ട് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. സൈനിൻ്റെ ആംഗിൾ എന്താണോ അത് തന്നെ താഴെയും വന്നാൽ ലിമിറ്റ് വാല്യൂ 1 ആണ്. സൈൻ തീറ്റ ബൈ തീറ്റ ആൻസർ 1 ആണ്. ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം ഇവിടെ സൈൻ x² ആണ്, താഴെ x² വന്നാൽ ലിമിറ്റ് വാല്യൂ 1 ആണ്. അത് ലിമിറ്റിൻ്റെ ഒരു ബേസിക് റിസൾട്ടാണ്. ഈ റിസൾട്ടുകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചു. ബേസിക് ഐഡിയ ലിമിറ്റിൽ എന്താണോ അപ്ലൈ ചെയ്യുന്ന വാല്യൂ അപ്ലൈ ചെയ്യുന്ന അത് കൊടുക്കുമ്പം ആൻസർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അങ്ങനെ പല വാല്യൂ 0 ആകാം. പക്ഷെ ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഒരു വാല്യൂ ബൈ 0
നോട്ട് ഡിഫൈൻഡ് ആണ്, 0/0യും നോട്ട് ഡിഫൈൻഡ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫാക്ടറൈസ് ചെയ്തിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് വേണം ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാൻ. നമുക്ക് എക്സർസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ 1, ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 3 x plus 3. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 3 x plus 3. ഫംഗ്ഷൻ ഏതാണോ അവിടെ എക്സിൻ്റെ വാല്യൂ 3 അപ്ലൈ ചെയ്യുമ്പം 3 + 3 6. അപ്പോൾ ആൻസർ 6 ആയിപ്പോയി. 3 + 3 6. അടുത്ത വാല്യൂ ലിമിറ്റ് r tends to 1 pi r square. r tends to 1 pi r square. r tends to 1 pi r square. ഇവിടെ r tends to 1, rൻ്റെ വാല്യൂ ആണ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ പൈ ഇൻറ്റു 1 സ്ക്വയർ. ആൻസർ പൈ. അപ്പോൾ അവിടെയെല്ലാം അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ ആയത് ഡിനോമിനേറ്റർ വാല്യൂ 0 അല്ലാത്ത വരുമ്പോഴാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ കിട്ടുക. അപ്പോൾ പൈ ഇൻറ്റു r സ്ക്വയറിൻ്റെ പ്ലേസിൽ 1 കൊടുത്തപ്പോൾ 1 സ്ക്വയർ, 1 ഇൻറ്റു പൈ ആയി മാറി. ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 4 ലിമിറ്റ് x tends to 4x plus 3 by x minus 2. 4x plus 3 by x minus 2. ലിമിറ്റ് x tends to 4x plus 3 by x minus 2. എക്സിന് 4 അപ്ലൈ ചെയ്തപ്പോൾ ഈ വാല്യൂ 4 × 4 16 plus 3 19 by 4 minus 2. അപ്പോൾ ആൻസർ 19/2. അതേ മോഡൽ ചെയ്യുമ്പം നേരിട്ട് എന്താണോ ക്വസ്റ്റ്യൻ അതങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇല്ല എങ്കിൽ നമുക്കൊരു ഡിനോമിനേറ്റർ 0 വരുന്ന ഒരു വാല്യൂ ചെയ്ത് നോക്കാം. ലിമിറ്റ് x tends to 2. നോട്ട് ചെയ്യുക. ലിമിറ്റ് x tends to 2 3x² മൈനസ് ലിമിറ്റ് x tends to 2 3x² മൈനസ് x minus 10 divided by 3x² minus x minus 10 divided by x² minus 4. 3x² minus x minus 10 by x² minus 4. അവിടെ വാല്യൂ എക്സിന് 2 അപ്ലൈ ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ന്യൂമറേറ്റർ 0 ആകാം, അല്ലെ ഇനി വാല്യൂ ആകാം. ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്തപ്പം 2ൻ്റെ സ്ക്വയർ 4 - 4 0 ആയിപ്പോയി. ഡിനോമിനേറ്റർ 0 വന്നതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്റർ 0 വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വാല്യൂസ് എടുക്കണം. ഫാക്ടറൈസ് ചെയ്ത് എടുക്കണം. അപ്പം നോക്കുക, ന്യൂമറേറ്റർ ക്വാഡ്രാറ്റിക് ഫോം ആണ്. ക്വാഡ്രാറ്റിക് 3x² മൈനസ് x minus 10 ഈസ് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പല മെത്തേഡിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അത് സിംപ്ലിഫൈ ചെയ്യാൻ റൂട്ട്സ് കാണാൻ പഠിച്ചു. എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാം. -b +/- b² - 4ac by 2a. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട്സ് കണ്ടുപിടിക്കാം. സൊല്യൂഷൻ അല്ല റൂട്ട്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ആൻസർ. അതല്ല എങ്കിൽ സമ്മും പ്രോഡക്റ്റും വെച്ചിട്ട് ക്വാഡ്രാറ്റിക്കിൽ നിന്ന് റൂട്ട്സ് കണ്ടുപിടിക്കാം. ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സിൻ്റെ റൂട്ട്സ് കിട്ടുന്നതാണ്. ഒരു വാല്യൂ 2,
എക്സിൻ്റെ ഒരു വാല്യൂ 2 കിട്ടും. ഏത് ഫോർമുല അപ്ലൈ ചെയ്യാം? മിക്ക കുട്ടികൾ ഈ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a ഇത് വെച്ചിട്ടോ സമ്മും പ്രോഡക്റ്റും ഒക്കെ ഏതെങ്കിലും വെച്ചിട്ട് വാല്യൂസ് കാണുക. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ 2, ഒന്ന് -5/3. എക്സ് ഈസ് ഈക്വൽ ടു -5/3. ഇങ്ങനെ 2 വാല്യൂസ് കിട്ടും. ചെയ്ത് നോക്കണം. ആ റൂട്ട്സ് കിട്ടുന്നതിനെ നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. ഫാക്ടേഴ്സ് അല്ലെ ഘടകങ്ങളായിട്ട് മാറ്റുമ്പം എക്സ് ഈസ് ഈക്വൽ ടു 2 ലെഫ്റ്റിൽ വരുമ്പം എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ഫാക്ടർ. എക്സ് ഈസ് ഈക്വൽ 2 ആകുമ്പം എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ 0. എക്സ് ഈസ് ഈക്വൽ ടു -5/3 ഇപ്പുറത്തോട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് 5/3 ഈസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് 5/3 ഈസ് ഈക്വൽ ടു 0. ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x പ്ലസ് 5/3 ഈസ് ഈക്വൽ ടു 0. 3x പ്ലസ് 5/3 ഈസ് ഈക്വൽ ടു 0. 3 ഇൻറ്റു 0 0. അപ്പം 3x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. 3x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. 2 ഫാക്ടേഴ്സാണ് കിട്ടിയത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക്കിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹയസ്റ്റ് പവർ 2 വരുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് 2 റൂട്ട്സ് അല്ലെ 2 ആൻസർ അല്ലെ 2 സൊല്യൂഷൻ കിട്ടുമ്പം അതിനെ ഫാക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യുമ്പം ആ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ആ ക്വാഡ്രാറ്റിക്. ആ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് അതായത് 3x² മൈനസ് എക്സ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 5 ആയിരിക്കും. എക്സ് മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 5. ആ 3x² മൈനസ് എക്സ് മൈനസ് 10 പകരം ഈ 2 ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും സെയിം ആയിട്ടുള്ള ഇക്വേഷനാണ് വരിക. ഇത് നമ്മളിനി 3x² മൈനസ് എക്സ് മൈനസ് 10 പകരം ആ വാല്യൂ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ ഡിനോമിനേറ്റർ x² മൈനസ് 4 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ a² മൈനസ് b² ഫോം. ഡിനോമിനേറ്റർ a² മൈനസ് b². അപ്പോൾ ആ വാല്യൂ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അവിടെ x² മൈനസ് 4നെ x² മൈനസ് 2² ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2, x² മൈനസ് 2² എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അവിടെ x² മൈനസ് 4ന് പകരം ആ റിസൾട്ട് 3x² മൈനസ് എക്സ് മൈനസ് 10 പകരം ആ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് അവിടെ കണക്ട് ചെയ്യുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² മൈനസ് എക്സ് മൈനസ് 10 പകരം എക്സ് മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ x² മൈനസ് 4ന് പകരം എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2 അങ്ങ് ക്യാൻസലായിപ്പോയി. ഇനിയുള്ള വാല്യൂവിന് എക്സിന് 2 അപ്ലൈ ചെയ്യണം. ഇനിയുള്ള വാല്യൂവിന് എക്സിന് 2 അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 3 ഇൻറ്റു 2 6 പ്ലസ് 5 11 ബൈ 2 പ്ലസ് 2 4. അപ്പം 11/4 ആണ് അവിടുത്തെ ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ. ലിമിറ്റ് വാല്യൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള കേസിൽ 0 ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറ്റിയിട്ട് കോമൺ വരുന്നത് ക്യാൻസൽ ചെയ്ത് കളയണം. എന്നിട്ട് ബാക്കി കിട്ടുന്ന ഫാക്ടേഴ്സിനകത്ത് ആ പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൻസർ കിട്ടും. അങ്ങനെയാണ് ലിമിറ്റ് വാല്യൂ ചെയ്യുക.
ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 1, evaluate limit x tends to 1, limit x tends to 1, ax square plus bx plus c divided by cx square plus bx plus a. ഇവിടെ ലിമിറ്റ് വാല്യൂ 1 അപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1 പ്ലസ് സി, അപ്പോൾ a പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ സി പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി തന്നെയാണ് സി പ്ലസ് ബി പ്ലസ് എ. 1 പ്ലസ് 2 പ്ലസ് 3 തന്നെയാണ് 3 പ്ലസ് 2 പ്ലസ് 1. സെയിം വരുന്നത് ക്യാൻസലായിപ്പോയി. അപ്പോൾ ലിമിറ്റ് വാല്യൂ 1 ആണ് കിട്ടിയ. ലിമിറ്റ് വാല്യൂ 1. ലിമിറ്റിനകത്ത് ഫങ്ഷൻസ് ഒക്കെ വരുമ്പം വാല്യൂ അപ്ലൈ ചെയ്യുമ്പം ഇതേപോലെ ഡിനോമിനേറ്റർ 0 വന്നാൽ മാത്രം ആ കേസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഐഡിയാസ് അല്ലെ വേറെ റിസൾട്ടുകൾ അപ്ലൈ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ലിമിറ്റിൻ്റെ ബേസിക് ഐഡിയയും അതിൻ്റെ കുറച്ച് ബേസിക് റിസൾട്ടുകളും കുറച്ച് പ്രോബ്ലംസും ആണ്. ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകളെല്ലാം പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.